വചനമൊഴി മാർച്ച് 13. വചനഭാഗം ഹെബ്രായർ 10:1-10, യോഹന്നാന്റെ സുവിശേഷം 17:9-19. നാം നോമ്പുകാലം 4-ാം വെള്ളിയാഴ്ച എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ തിരുവചനങ്ങൾ നൽകുന്ന ചിന്ത നോമ്പുകാലം ത്യാഗത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും കാലമാണ് എന്നതാണ്. ഈശോ മിശിഹായുടെ ത്യാഗവും അവിടുന്ന് ശിഷ്യന്മാരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ് തിരുവചനങ്ങളിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുവാൻ ജീവിതം സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഈശോ മിശിഹായുടെ സമർപ്പണം, യഥാർത്ഥ ത്യാഗം. ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പഴയ നിയമത്തിലെ ബലികളെയും ഈശോ മിശിഹായുടെ ത്യാഗത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. പഴയ നിയമത്തിലെ യാഗങ്ങൾ മനുഷ്യനെ പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ കഴിയാത്തവയായിരുന്നു. അവ ഒരു നിഴല് മാത്രമായിരുന്നു. എന്നാൽ ഈശോ മിശിഹ തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി. ദൈവമേ, ഇതാ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. മിശിഹായുടെ ത്യാഗം ഒരിക്കൽ നടന്നതെങ്കിലും അതിന്റെ ഫലം ശാശ്വതമാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ്. അവിടുത്തെ സമർപ്പണം മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ദൈവവുമായി വീണ്ടും ഐക്യം നേടാൻ സഹായിക്കുകയും ചെയ്യുന്നു. സഭാപിതാവായ വിശുദ്ധ ക്രിസോസ്റ്റോം പറയുന്നു, മിശിഹായുടെ ത്യാഗം ഒരു ബലി മാത്രമല്ല, അത് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിന്റെ തെളിവാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളിൽ ഈശോ തന്റെ ശിഷ്യന്മാർക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് അവരെ സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനമാണ് സത്യം എന്നാണ്. ലോകത്തിൽ ജീവിച്ചാലും ലോകത്തിന്റെ വഴികളിൽ ഒഴുകിപ്പോകാതിരിക്കാൻ ഈശോ ശിഷ്യന്മാർക്കായി പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യർ ദൈവത്തിന്റെ വചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടണം എന്നതാണ് അവിടുത്തെ ആഗ്രഹം. ഈശോ തന്റെ ജീവിതം സമർപ്പിച്ചതുപോലെ അവിടുത്തെ ശിഷ്യന്മാരും സത്യത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരാകണം. ഇന്നത്തെ 2 വചനഭാഗങ്ങളും നമ്മെ പ്രധാനമായ ഒരു സന്ദേശത്തിലേക്ക് നയിക്കുന്നു. മിശിഹായുടെ ത്യാഗത്തെ കാണിച്ചു തരുന്ന ഹെബ്രായ ലേഖകനും ശിഷ്യന്മാരുടെ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണിച്ചു തരുന്ന യോഹന്നാൻ ശ്ലീഹായും. അതായത് മിശിഹായുടെ ത്യാഗം നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. മിശിഹായുടെ സ്നേഹം അനുഭവിക്കുന്നവർ അവരുടെ ജീവിതവും ദൈവത്തിനായി സമർപ്പിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നാം തയ്യാറാണോ? മിശിഹായുടെ ത്യാഗത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ടോ? ദൈവവചനം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുന്നതിനും സ്വാർത്ഥതയിൽ നിന്ന് സമർപ്പണത്തിലേക്കും പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കും വരുന്നതിനും നമുക്ക് സാധിക്കണമെന്ന് നോമ്പുകാലം ഓർമ്മിപ്പിക്കുന്നു. അതിനായി നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.